അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുൻതസിർ എന്നാണ്. എൻ്റെ ചോദ്യം, ഒരാൾ മുസ്ലിമായി, എനിക്കറിയുന്ന ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാണ്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലയും റസൂലുള്ളയും മുഹമ്മദ് റസൂലിനെയും അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം പിൻപറ്റാൻ അയാൾക്ക് താല്പര്യമില്ല. കുറേ തന്നിഷ്ടങ്ങൾ, കുറേ തൻ്റെതായ ഇഷ്ടങ്ങളും തൻ്റെതായ നീതിബോധവും സ്വീകരിച്ചാൽ പോയെന്നാണ് ആൾ ചോദിക്കുന്നത്. നല്ല ചോദ്യം. ഇസ്ലാമികമായ രീതിയിലൊക്കെ ജീവിച്ചോളാം. ചില കാര്യങ്ങളിൽ സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിച്ചൂടെ? എല്ലാതും പ്രമാണത്തിൽ തന്നെ സ്വീകരിക്കണോ? സ്വന്തമായി അങ്ങനെ നിലപാട് സ്വീകരിച്ച ഒരാൾ ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് മുദ്ദസിറിന്റെ ചോദ്യം. ചോദ്യത്തോട് അബ്ദുറഹ്മാൻ ചുങ്കത്തറ പ്രതികരിക്കും. ഇത്തരം ചോദ്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ഡയലോഗുകളിൽ ചെറിയ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ജനകീയ വിചാരണ എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിച്ച, അങ്ങാടികളിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകളിലും ഇതിൻ്റെ ഉത്തരങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചില വീഡിയോ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കാവുന്ന, വളരെ സിമ്പിളായി കാര്യം മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. ഓരോരുത്തർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ഇവിടെ എന്താ സംഭവിക്കുക? യുക്തിവാദികൾ അവരുടെ യുക്തിക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് അതിന് കുറെ നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതവർ തുറന്നു പറയാറുണ്ട്. അതിന്റെ വീഡിയോകളൊക്കെ കണ്ടാൽ നമുക്ക് എങ്ങനെ ഒരാൾ ഇങ്ങനെ പറയാം എന്ന് പോലും തോന്നും. നമ്മുടെ വീഡിയോകൾ ശേഖരിച്ചു വെച്ച ഫോൾഡറിൽ അത്തരം ധാരാളം വീഡിയോ കട്ടിങ്ങുകളുണ്ട്. ചിലത് സാങ്കേതിക സംവിധാനങ്ങൾ നമ്മോട് സാങ്കേതിക സംവിധാനങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചില വീഡിയോകളൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നതിന്റെ ക്രമത്തിൽ പറ്റിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ സംഭവിക്കും? ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ എല്ലാവരെയും ജീവിക്കാൻ അനുവദിച്ചാൽ ഇവിടെ സ്വതന്ത്രമായ ലൈംഗികത വേണമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സ്വതന്ത്രമായ ലൈംഗികത ഇവിടെ ഉണ്ടാവില്ല. ഒരാൾ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാൾ, സന്തോഷ് ജോർജ് കുളങ്ങര, അയാൾ ആ നാട്ടിലുള്ള റോഡ്, ഈ നാട്ടിലുള്ള കെട്ടിടം, അതിനെ പറ്റി കുറെ പറയാണ്ട്, അവിടുത്തെ സൗകര്യങ്ങളോടെല്ലാം അയാൾക്ക് വലിയൊരു സങ്കടമുണ്ട്. വിദേശ നാടുകളിൽ വളരെ വ്യാപകമായുള്ള ഒരു സൗകര്യങ്ങളെല്ലാം എന്താണെന്നറിയാതെ സ്ത്രീകളെ ഇഷ്ടമുള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഉള്ള വലിയ നഷ്ടമാണ്. അതിനെപ്പറ്റി ഒരു പറയണമാകണ്ട. എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യത്തിൽ ഇല്ലതിരിക്കട്ടെ. എനിക്കൊരു ഭാര്യയെ കൂടക്കുമാക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാൻ ഒരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്. അതിനകത്തൊരു സാഹചര്യം സൊല്യൂഷൻ ഫോർ ദാറ്റ്. എന്താ അതിനൊരു സൊല്യൂഷൻ വേണം. എന്ത്? പെണ്ണിനെ പോറ്റാൻ കഴിയില്ല. നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, പുരുഷന്റെ പേര് ബാധ്യതയുണ്ട്, ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഓൾക്കൊരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവിടെ അതൊന്നും കഴിയില്ല. പിന്നെ there should be a solution for that. അതിനൊരു സൊല്യൂഷൻ വേണം. ഇഷ്ടമുണ്ടാവുന്നതൊക്കെ കാര്യം നടക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ വേണം. ഈ സൊല്യൂഷന് സ്ത്രീകളെ കിട്ടണ്ടേ? ആ സ്ത്രീകൾ ആരാ? മൂപ്പര് കൊടുക്കുമോ? സ്ത്രീകളെ മൂപ്പര മക്കളെ കൊടുക്കും, മൂപ്പര ഭാര്യനെ കൊടുക്കും, മൂപ്പര മക്കളെ കൊടുക്കും? ഇല്ല. അത് സമൂഹത്തിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്ത് ഇത്തരം ലൈംഗിക വീഴ്ചകൾക്ക് ഉപയോഗപ്പെടുത്തി ഒന്ന് രണ്ട് തവണ പറ്റിച്ച് അവരെ വഞ്ചിച്ച് പിന്നെ ഇതിന്റെ ആളുകളാക്കി അവരെ മാറ്റുക. അല്ലെ? അങ്ങനെ ചെയ്യണം. അത് നടക്കണം എന്ന് ഒരാൾക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? എന്താ അങ്ങനെ ചെയ്താൽ പ്രശ്നം എന്ന് ചിന്തിച്ചാൽ ഇവിടെ വേശ്യാലയങ്ങൾ വളരണം. സ്ത്രീകൾക്ക് വല്ല സുരക്ഷിതത്വവും ഇങ്ങനെ ചിന്തിക്കുന്ന നാട്ടിലുണ്ടാവും. ഇപ്പോ വിവാഹമാണ് ലൈംഗികതയുടെ അടിസ്ഥാനം. വിവാഹം കഴിച്ചാൽ അവർക്ക് തമ്മിൽ ലൈംഗികതയാവും, അല്ലാതെ വേറെ ആർക്കും തമ്മിൽ ആകാൻ പാടില്ല. അതാണ് ഇവിടെ നിലവിലുള്ള ഒരു സാമൂഹ്യ സ്ഥിതി. അത് തന്നെയാണ് മതം പഠിപ്പിക്കുന്നതും. ഒരു മതമല്ല, എല്ലാ മതങ്ങളും പഠിപ്പിക്കാറില്ലേ വിവാഹം കഴിക്കണം എന്നാണ്. പക്ഷെ വിവാഹം കഴിക്കാതെ ലൈംഗികത വേണം. അപ്പൊ അതിനെന്തിനാ എന്താ മാറുള്ളത്? കൺസെന്റ് മതി എന്നാണ്. ചോദിക്കുക, ഓക്കെ ആണോ, ഒരു കളി വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഓക്കെ ആണെങ്കിൽ റെഡി, അല്ലെ? ആപ്പിൽ ബുക്ക് ചെയ്യാം, റെഡി ആണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. അത് പ്രശ്നമില്ല. കൺസെന്റ് ചോദിക്കാം. നിങ്ങളുടെ മകൾക്ക് വല്ല സുരക്ഷിതത്വം ഉണ്ടാവും ക്യാമ്പസിൽ പോകാൻ? പെങ്ങളെ ധൈര്യമായി അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റും. ഭാര്യയെ ഒറ്റക്കൊരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റും. ഇവരൊന്നും ചോദിക്കൂലേ റെഡിയാണോ? അല്ലെ? മുകളിലിരിക്കുന്ന സ്ത്രീകൾ, നിങ്ങളോട് ഒരാൾ വന്ന് ഇതിന് റെഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? സ്വസ്ഥത വല്ലതും ഉണ്ടാവും? നമ്മൾ വിചാരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന മതവിശ്വാസികൾക്ക് വലിയ പ്രയാസമായിരിക്കും. മതവിശ്വാസികൾക്ക് മാത്രമല്ല, ഇവരുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ലിറ്റററി ഫെസ്റ്റുകളിൽ പങ്കെടുക്കുമ്പോൾ, നിരീശ്വരവാദികളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പോലും നിരീശ്വരവാദികളായ പെൺകുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട്.
മതം വിട്ടു എന്ന് പരസ്യമായി അറിയിച്ച ഒരു മുസ്ലിം വനിത ഉണ്ട്. വലിയ വിപ്ലവകരമായി പ്രസംഗമൊക്കെ നടത്തുന്ന ഒരു സാധു പെണ്ണാണ്. മതം വിട്ടു, പക്ഷെ അവളുടെ മനസ്സിലെ മതം ഇപ്പോഴും പോയിട്ടില്ല. ഇവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളുടെ അസ്വസ്ഥത അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അവളുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന വീഡിയോ കിട്ടുകയും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ, പുരോഗമന പ്ലാറ്റ്ഫോമുകളിൽ എത്തിപ്പെടുന്ന കുട്ടികളോട് വളരെ മോശമാണ്. സ്ത്രീകളായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും തിരിച്ചു മറിച്ചു ഒക്കെ ലൈംഗിക, അവരുടെ കൺസെന്റ് പോലും ഇല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം. നമ്മളെല്ലാം അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് തരം പുരോഗമനവാദിയാണ്, നിങ്ങൾക്ക് എന്ത് തരം പുരോഗമനമാണ് പറയുന്നത്, എന്ത് തരം ആശയമാണ്, എന്ത് തരം എന്താ പറയാ എക്സ്പ്ലോറേഷൻ ആണ് നീയൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അമിതമായിട്ട് ലൈംഗിക ഉപയോഗത്തോട് നമുക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീയൊക്കെ എന്തിനാ പുരോഗമനം പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കൺസെന്റ് ചോദിക്കണമെങ്കിൽ അസ്വസ്ഥതയെ പറയുന്നത്. അപ്പൊ കൺസെന്റ് ചോദിക്കണമെങ്കിലും കൺസെന്റ് വേണം. അപ്പൊ നിന്നോട് ഞാൻ അങ്ങനെ ചോദിക്കാൻ എനിക്ക് അനുവാദമുണ്ടോ എന്ന് ചോദിക്കലായി. അതിന്റെ ആ വാചകം ഒന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ടാണ് നല്ലതായിട്ട്. കുറെ മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാട്ടോ അല്ലെ. ഇത് മതബോധം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്നാണ് അല്ലെ. ഇപ്പോ വിവിധ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എണ്ണിയാൽ തീരാത്ത അത്ര പ്രശ്നങ്ങൾ സ്വതന്ത്രമായ ചിന്തകൾക്ക് അനുവാദം കൊടുക്കാണ്ടാവും. ഇപ്പോ ചില പാശ്ചാത്യ നാടുകളിൽ സ്കൂളുകളിൽ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ PTA മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കൾ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നു. എന്താ കാരണം പറയും? അവരുടെ കുട്ടികൾ അവിടെ ബാത്റൂമിൽ പോകുമ്പോൾ ആ ബാത്റൂമിൽ ആൺകുട്ടികൾ കയറുന്നു, പെൺകുട്ടികളെ ഉള്ള ബാത്റൂമിൽ കേട്ടോ. ആ പെൺകുട്ടികൾക്ക് നേരെ ചില പ്രയോഗങ്ങൾ നടത്തുന്നു, അവിടെ പീഡന ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താ? ആ പെൺകുട്ടികളുടെ ബാത്റൂമിൽ കയറിയ ആൺകുട്ടികൾ അവർ പറഞ്ഞ ഞങ്ങൾ പെൺകുട്ടികളാണ്. അപ്പൊ ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണ് എന്നാണ് ഒരാൾക്ക് തോന്നിക്കൂടെ. ഞാൻ ആണാന്ന് തോന്നിയാൽ ഞാൻ ആണാണ്, ഞാൻ പെണ്ണാന്ന് തോന്നിയാൽ ഞാൻ പെണ്ണാണ്. അത് അംഗീകരിക്കണം എന്നാണ് പുതിയ നിയമം. ആ നിയമം അംഗീകരിച്ചു പോയാൽ ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകും. ഇനി അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ലൈംഗികമായി ഒരാൾക്ക് ആണിനോടാണ് ആകർഷണം, പെണ്ണിനോടാണ് ആകർഷണം, അങ്ങനെ സ്വർഗ ലൈംഗികത ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് ലെസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും ബൈസെക്ഷൽ ആണെങ്കിലും ഒക്കെ അംഗീകരിച്ചു കൊടുക്കണം എന്നാണ്. ഓരോരുത്തരും ഇഷ്ടം അംഗീകരിക്കണം എന്നാണല്ലോ പറയുന്നത്. ഇഷ്ടം അംഗീകരിച്ചു കൊടുത്താൽ ഓരോരുത്തർ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിച്ചാൽ ആ സമൂഹത്തിന് എന്ത് സംഭവിക്കും അതും നോക്കണ്ടേ. ചില പ്രായമായ ചില ആളുകൾക്ക് സ്വന്തം മൂത്രവും അതുപോലെ മലവും ഒന്നും പിടിച്ചു വെക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അടൽ തയ്യാറിട്ട് നടക്കാറുണ്ട്. അടൽ തയ്യാറിട്ട് നടക്കുന്ന യുവാക്കളുണ്ട്. എന്താ യുവാക്കൾ അടൽ തയ്യാറിട്ട് നടക്കാൻ കാരണം അറിയും? അവര് ഗേകളായിരുന്നു, സ്വർഗാനുരാഗികളായ പുരുഷന്മാരായിരുന്നു. അപ്പൊ അത് പിടിച്ചു വെക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ലോകത്ത് ആകെ സ്വർഗാനുരാഗികളുള്ള 1%, ഞാൻ അല്ലെങ്കിൽ കൂട്ടി പറയുകയാണെങ്കിൽ 2%. പക്ഷെ ലോകത്തുള്ള ലൈംഗിക രോഗങ്ങളുടെ 75% ആരില്ല? ഈ സ്വർഗാനുരാഗികളിലാണ്. അപ്പൊ നമ്മുടെ നാട് ലൈംഗിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഒരു നാടായി മാറാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്ടമനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന ചിന്ത നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ സ്ത്രീ പുരുഷ സമത്വം എന്നത് വലിയൊരു ആശയമായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ന്യായങ്ങൾ പറയാറുണ്ട്. ഈ ഒരു ആണ് പെണ്ണാണാകുന്ന ഓരോരുത്തരും ഇഷ്ടപ്രകാരം മാറുന്ന ഒരു അവസ്ഥ. ഇപ്പൊ നമ്മള് ഒരാണിന് പെണ്ണായി തോന്നൂല, പെണ്ണിന് ആണായി തോന്നൂല. അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മാനസിക പ്രശ്നമാണ്. അതൊരു ശാസ്ത്രീയമായ ഒരു തെളിവും അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് നമ്മൾ പ്രസംഗിച്ചാൽ നമ്മൾ ഹോമോഫോബിക്കാണ്, നമ്മൾ ട്രാൻസ്ഫോബിക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കും. പക്ഷേ ട്രാൻസ്ഫോബിക്കാണ്, ഹോമോഫോബിക്കാണ് എന്ന് നമ്മൾ ആക്ഷേപിച്ചാലും ആ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അതുകൊണ്ട് സ്ത്രീകൾക്കാണ് നഷ്ടം. സ്ത്രീകളുടെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. ബോക്സിംഗിൽ അയാൾക്ക് ഫസ്റ്റ് കിട്ടി, അടുത്ത ദിവസം സ്ത്രീകൾ അതിനോട് പ്രതികരിച്ചു. എന്താ പ്രതികരണം? ഞാൻ സ്ത്രീയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ആളാ. നീന്തലില് വലിയ റാങ്ക്, വലിയ റാങ്ക് എന്നാ 1ാം റാങ്ക് അല്ലോ, താഴത്തുണ്ട് വലിയ റാങ്ക് കിട്ടിയ 10,400 റാങ്ക് കിട്ടിയ മനുഷ്യനുണ്ടായിരുന്നു. മൂപ്പരെന്ത് ചെയ്തു? ഞാൻ പെണ്ണായി ഐഡന്റിഫൈ ചെയ്തു. ആണായിരുന്നു മൂപ്പര്, പെണ്ണായി ഐഡന്റിഫൈ. അപ്പൊ സ്ത്രീകളെക്കാൾ അയാൾ മുന്നിലെത്തി 1ാം സ്ഥാനത്ത് അയാളെത്തി. ഇതുകൊണ്ട് സ്ത്രീകൾക്കാണോ നഷ്ടം അതോ പുരുഷന്മാർക്കാണോ? അതൊക്കെ ചെറിയ കാര്യമാണ്. ചെറിയ ബുദ്ധിയോട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാള് ഞാനൊരു പുരോഗമനവാദിയാണ്, ഞാനൊരു ഭൗതികവാദിയാണ്, ദൈവമുണ്ടോ, ദൈവമുണ്ടെന്ന് ഖുർആനിൽ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത്, ക്ലാസ്മേറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മനുഷ്യന്മാരെ ഏതെങ്കിലും പ്രസംഗം കേൾക്കുന്ന ഒരു ചങ്ങാതി നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലാസ് പഠിക്കണ നിങ്ങളുടെ പരിചയത്തിലേക്ക് സ്ത്രീകൾ ജാഗ്രതയും എന്താണെന്നറിയോ? ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂട്ടുകാരായി ഉണ്ടെങ്കിൽ കൂട്ടുകാരിയുടെ പുതിയ സാധ്യതകൾ, വന്ന പുതിയ സാധ്യതകൾ, മതം ഇല്ലാതാവും എന്ന് പറഞ്ഞ ആൾക്കാർ യുടെ പുതിയ സാധ്യതകൾ പരിശോധിച്ച് കണ്ടെത്തിയ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ? ഇവരുടെ വലിയ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ആ പെണ്ണിന്റെ AI രൂപം ഉണ്ടാക്കി അതുമായി അതിനോട് സെക്സ് ചെയ്യുന്നതിന്
കുഴപ്പമില്ല, അങ്ങനെയുള്ള വഴികൾ നോക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ? ഇയാളെ വേറെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇതിന്റെ വീഡിയോകൾ അവൈലബിൾ ആയിരിക്കും, നമ്മൾ പിന്നെ ചുരുക്കുകയാണ്. ഇയാളെ പറയുന്നത് പിന്നെ അങ്ങനെ പെങ്ങളോട് അങ്ങനെ താല്പര്യം തോന്നിയാൽ, ഉമ്മയോട് അങ്ങനെ താല്പര്യം തോന്നിയാൽ അത് വേണ്ടാന്ന് വെക്കൊന്നും വേണ്ട, അത് തെറ്റായി കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അത്ര അശ്ലീലമായ വർത്തമാനങ്ങൾ, ഇൻസസ്റ്റ് അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് പറയുന്ന വാക്കുകൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ കഴിഞ്ഞ ജനകീയ വിചാരണകളുടെ പിന്നെ വീഡിയോകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വലിയൊരു ഗുണമുണ്ട് ഇവരെ കൊണ്ട്, എന്താ പറയുക, മനുഷ്യന്മാരുണ്ടാവില്ല. പിന്നെ ഇവിടെ കുറെ മനുഷ്യന്മാരുടെ എണ്ണം കുറയും, ജനസംഖ്യയുടെ വർധനവ് എന്നുള്ളതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. കുറെ മൃഗങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം പട്ടികളായും പൂച്ചകളായും പിന്നെ ഒക്കെ തെരുവുകളിൽ നടക്കുന്ന, വീടുകളിൽ നടക്കുന്ന ആളുകളെ നമുക്ക് കാണും. എന്താ സ്ക്രീനിൽ കാണുന്നുണ്ട് കുറെ പട്ടികളെ. ഒരു പട്ടികളാണ്, പട്ടിയാണെന്ന് തോന്നിയതാണ്, ഞാൻ പട്ടികളാക്കിയതല്ല, ഒരു പട്ടിയാന്ന് തോന്നി, പട്ടിയാന്ന് തോന്നിയാൽ പിന്നെ പട്ടിയാണെന്ന് അംഗീകരിക്കണം. എന്നിട്ടോ അങ്ങാടിയിൽ നിന്ന് കുരക്കുക, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിഷേധിക്കുക, ഇതിനൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. തോന്നലുകളല്ല അംഗീകരിക്കേണ്ടത്. അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇതിനെ വിമർശിച്ചാൽ ഞാൻ ഹോമോഫോബിക്കായി കഴുത്തിൽ കയറിട്ട് റോട്ടിലൂടെ മുട്ടുമുട്ടി നടക്കണ കുറെ ജന്തുക്കളായി മനുഷ്യന്മാർ മാറും അല്ലേ? ആ മനുഷ്യന്മാർ ഇനി നന്മകൾ ഉണ്ടാവും നാട്ടില്, നന്മകളൊന്നും വേണ്ടാന്ന്. അങ്ങനെ നന്മ ചെയ്യണോ? അബ്ദുല്ലാബാസിൽ ചോദിച്ചു മൈത്രേയനോട്, നന്മ ചെയ്യണോ? എന്താ നന്മ ചെയ്യേണ്ടത്? അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണോ? അയാളെ സഹായിക്കണോ? അപ്പോ അതിനൊന്നും ആവശ്യമില്ല. ബസ്സിൽ പ്രായമായ ഒരാളെ കണ്ടു, ആ പ്രായമായ ഒരാളെ കണ്ടാൽ അവർക്ക് പിന്നെ ബസ്സിന് എണീറ്റ് കൊടുക്കണം. അതിന്റെ എണീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ സിസ്റ്റമാണ്. ആ സിസ്റ്റം നോക്കി നടന്ന അയാൾ അമേരിക്കയിലേക്ക് പോയി, അവിടെ കുറച്ചു കാലം നിന്നു, 6 മാസം കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പൊ അവിടെ ഫുള്ള് സിസ്റ്റം, സഹായമൊന്നുമില്ല. ഇങ്ങനെ അയാൾ ഭയങ്കര സങ്കടം പറയുന്നുണ്ട്, ഞാനൊരു വീട്ടിൽ പോയിട്ട് വെള്ളം ചോദിക്കാൻ കഴിയില്ല, വണ്ടി കേടായാൽ വണ്ടി കേടായ സഹായിക്കാൻ ആരും വരില്ല. അപ്പൊ ഇവരോട് ചോദിക്കണം നമ്മൾ എന്ത് സിസ്റ്റത്തിന്റെ പ്രശ്നത്തിലായിരുന്നു. അപ്പൊ സിസ്റ്റം മതി, സഹായിക്കാനൊന്നും ആളുകൾ നിൽക്കണ്ട. അപ്പൊ ഇവിടെ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ അല്ലെ നമ്മൾ ആലോചിച്ച് പറയുകയാണെങ്കിൽ, എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ കുറെ ജനകീയ വിചാരണകളിൽ വിശദമായി നമ്മൾ പറഞ്ഞ വിഷയമാണ്. അത്തരം കാര്യങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും അവന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അസ്സലാമു അലൈക്കും.